അപ്പോൾ നമ്മുടെ ഖമനൈ മച്ചാൻ പുകയായി. എന്തെല്ലാം മേളമായിരുന്നു. മലപ്പുറം കത്തി, അപ്പോൾ ബില്ല്, ഇപ്പം ഞങ്ങൾ ചുട്ടരിക്കും, അമേരിക്കയെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും. വല്ലോ കാര്യം ഉണ്ടായോ? പുള്ളിയുടെ മരണത്തിൽ അനുശോചിക്കുന്ന ഒരു വിഭാഗത്തേക്കാൾ കൂടുതൽ ആഹ്ലാദിക്കുന്ന ഒരു വിഭാഗം ആ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പം തന്നെ അറിയാമല്ലോ പുള്ളി എന്താണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. ഒരു ജനതയുടെ സ്വാതന്ത്ര്യം മുഴുവനും ഒരു മതത്തിൻ്റെ പേരിൽ അടിച്ച് അമർത്തി ഇത്രയും വർഷം നരകജീവിതം നയിപ്പിച്ച മനുഷ്യൻ മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത് സന്തോഷിക്കുന്ന ഒരു ജനക്കൂട്ടം ആ നാട്ടിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നുമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വലിയ നമ്മൾ കേരളത്തിലാട്ടോ ഇതൊക്കെ അനുശോചനം രേഖപ്പെടുത്തുന്ന നല്ല സങ്കടം ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാർക്കാണ്. ഇപ്പം ഇറങ്ങും അവർ മറ്റേ ഫ്ലക്സും ബാനറും കോപ്പൊക്കെ ആയിട്ടുള്ള കൂടെ എല്ലാ കാര്യമുണ്ടോ. അതുകൊണ്ട് മച്ചാൻ പടവായപ്പോഴത്തേക്കും ഇനി അടുത്തത് മച്ചാൻ്റെ പുറകെ ആരാ വരുന്നതെന്നൊരു പിടിയില്ല കേട്ടോ. വരുന്നവർക്ക് സ്വാഗതം. ഇതുപോലെ തന്നെ അവരെയും ഇസ്രായേലും യുഎസും കൂടെ ഹൂറികളുടെ അടുത്ത് എത്തിക്കുമായിരിക്കും. മച്ചാനിപ്പോൾ എന്തായാലും ഹൂറികളുടെ അടുത്ത് എത്തിക്കാണും. അവിടെ മറ്റേ തെരുമ്പാല ഒഴുകുന്ന നാട്ടിലെത്തിക്കാണും. കാണാതിരിക്കില്ല. എന്നതാണ് ഇനി യുദ്ധം അധികം മുന്നോട്ട് പോയില്ല. കാരണം മുന്നേ എന്ന് വെച്ചാൽ ആൾ വടിയായി. ഇനിയിപ്പം വലിയ താമസമില്ലാതെ US അവിടെ ഒരു ഡമ്മി ഗവൺമെൻറ്റിനെ സ്ഥാപിക്കും. അതിൽ പുള്ളിക്ക് പുള്ളിയുടേതായ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ അത് ആ ജനങ്ങൾക്കൊരു ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകും ഇനി മുതൽ. കാരണം അവിടെ പ്രക്ഷോഭം നടത്തിയവരെ നിഷ്കരണം വെടിവെച്ച് കൊല്ലുകയും അതിനെ അടിച്ചമർത്തുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അയാൾ മരണപ്പെട്ടപ്പോൾ ജനങ്ങൾ ആഹ്ലാദിക്കുന്നു. അതിൽ തെറ്റ് പറയാനൊന്നുമില്ല. നമുക്ക് നോക്കാം ഇനി എന്നാലും മുന്നോട്ട് ഇതെന്നാ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്.